സുകുമാരൻ ഷാർജയെ പോലെ ഞാൻ പറഞ്ഞാൽ 50 ലക്ഷം 60 ലക്ഷം 70 ലക്ഷം മുടക്കാനുള്ള ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഉണ്ടായിട്ട് ഇയാൾ കാലെ പിടിച്ച് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഇയാളെ നിർമ്മാതാവാക്കിയിട്ട് ഇയാൾ കാണിക്കുന്ന വേലയെക്കുറിച്ചാണ് എനിക്ക് പുച്ഛം തോന്നിയത്. ഞാൻ പൗലോസിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, പൗലോസേട്ടാ ഇത് വളരെ മോശമായി ഇപ്പം നിങ്ങൾ ചെയ്തു കേട്ടാ. ദിനേശേട്ടാ, കാപ്പ സാർ പറയുന്നതൊന്നും ചേട്ടൻ കാര്യമായിട്ട് എടുക്കണ്ട, അങ്ങനെ ചുമ്മാ എന്നെ വട്ടാക്കണല്ലേ ചേട്ടാ. ഞങ്ങൾ വാങ്ങലും കൊടുക്കലും വർത്താനം പറച്ചിലും ഒക്കെ ഉണ്ട്, അത് ഞങ്ങൾ തമ്മിലായിക്കോളാം. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ തമ്മിൽ മാത്രമാണ് കടം വാങ്ങുന്നതെങ്കിൽ എന്നോട് എന്തിനാ അദ്ദേഹം ഇത്രയും പരസ്യമായിട്ട് എന്നോട് പറഞ്ഞത്? ഭയങ്കര ബോറായിപ്പോയി കേട്ടോ പൗലോസേ. നിങ്ങൾ അടുത്ത ബുധനാഴ്ച ചെക്ക് വരുമ്പോൾ എല്ലാ ബുധനാഴ്ചയും 5-5 എപ്പിസോഡിൻ്റെ പൈസ വരുമല്ലോ, നിങ്ങൾ ആ കടം വീട്ടണം കേട്ടോ. ഞാൻ വീട്ടാ ചേട്ടാ. ഇങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് നായികമാർ ഇതിലുണ്ട്. ഒരു ഭയങ്കര സെൻറ്റിമെൻസുള്ളൊരു സീൻ എടുക്കുകയാണ്. ഇതിൽ ഏറ്റവും ഇളയ മകനായ രാജീവ് ചെയ്യുന്ന കഥാപാത്രത്തിന് ഒരു പിച്ചക്കാരിയായ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുമായി, ഈ ഡോക്ടറായ പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ട് എന്ന് അറിഞ്ഞിട്ട് വീട്ടിൻ്റെ ഉമ്മറത്തിട്ട് അച്ഛൻ മകനെ അടിക്കുകയാണ്. ജ്യേഷ്ഠന്മാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. അച്ഛൻ അടിച്ചിങ്ങനെ തള്ളുമ്പോൾ ദിനേശ് പണിക്കരൊക്കെ പിടിച്ച് മുന്നിലോട്ട് വീണ്ടും തള്ളി കൊടുക്കുകയാണ് അടിക്കാൻ. അങ്ങനെ അടിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പൊന്നമ്മ ബാബു, ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരായിട്ട് അഭിനയിക്കുന്നവരും ഒക്കെ കാപ്പൻ്റെ കാലിലൊക്കെ പിടിച്ച് അടിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അതൊരു വലിയ ക്രെയിൻ ഷോട്ടിൽ ഇങ്ങനെ എടുക്കുകയാണ് ഞങ്ങൾ. അമ്പലത്തറയിലുള്ള രാധാകൃഷ്ണ ഇലക്ട്രിക്കൽസിൻ്റെ ലിഫ്റ്റ് അടക്കമുള്ള ആ വലിയ ബംഗ്ലാവിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ക്രെയിനൊക്കെ ഇങ്ങനെ പോയി ആ രംഗം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. എടുത്ത് ഈ കരച്ചിലും വിളിയും പൊന്നമ്മ ബാബുവിൻ്റെ അലർച്ചയും ഈ രാജീവ് അടിവാങ്ങി ഇവിടെ കൂടെ ചോര വലിക്കുന്ന സീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് അത് ഷൂട്ട് ചെയ്ത് ആ ഷോട്ട് കഴിഞ്ഞുടൻ സെറ്റിലുള്ള എല്ലാവരും കൈയടിച്ചു. മാനസി കാപ്പനൊക്കെ കൈ കൊടുത്തു, മനോഹരമായി ചെയ്തു. കാപ്പ സാറൊക്കെ മനോഹരമായി ചെയ്തു. അപ്പം ഞാൻ പൗലോസിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഇത് കണ്ടിങ്ങനെ അന്തം വിട്ടിരിക്കുക. ഞാൻ പൗലോസിനോട് വെച്ച് എങ്ങനെ ഉണ്ട് എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എടുത്ത വായിൽ എന്താ മറുപടി പറയാ, എന്താ മുടി. ഞങ്ങട്ട് എന്തോന്ന് അല്ല, നമ്മുടെ രാജേഷ് ഖബ്ബറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന നടിയുടെ മുടി നോക്കിയേ ചേട്ടാ, അവരുടെ തലമുടി നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ അവരുടെ പൃഷ്ഠം വരെ അല്ലെങ്കിൽ മുട്ടുവരെയുള്ള നീണ്ടു കിടക്കുന്ന ഇടതൂർന്ന മുടി തലമുടി നോക്കിക്കൊണ്ടാണ് ഈ മനുഷ്യ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? കൊതിയുറിഞ്ഞിരിക്കുക. അവിടെ നടന്ന ഈ സെൻറ്റിമെൻറ്റ്സ് സീനേ പുള്ളി കണ്ടില്ല. പുള്ളി അതിലഭിനയിക്കുന്ന നടിയുടെ തലമുടി നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു പൊങ്ങനും കൂടിയാണ് ഈ മനുഷ്യൻ. ഇങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും ഒരു പ്രൊഡക്ഷൻ മാനേജരും വരും. സുധീർ ബോസ് എന്ന് പറഞ്ഞ കുറ്റപത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മുമ്പ് പല കഥകളിലും പറഞ്ഞിട്ടുണ്ട്. കുറ്റപത്രം എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ച നിർമ്മാതാവിൻ്റെ മകനാണ് സുധീർ. വേറൊരു മാനേജർ എന്ന് പറയുന്നത് ഏതൊക്കെയോ സീരിയലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള മനു എന്ന് പറഞ്ഞാണ്. എനിക്ക് പരിചയമുണ്ട്. രണ്ടുപേരും വരും, എന്നെ നോക്കി കൈ കാണിക്കും. നേരെ രാധാകൃഷ്ണ ഇലക്ട്രിക്കൽസിലെ ഒരു റൂമിലിരുന്ന് മാനസി കാപ്പനുമായിട്ട് മണിക്കൂർ കണക്ക് സംസാരിക്കും. പോവും. അങ്ങനെ പോയി മാനസി കാപ്പൻ ഒരു ദിവസം എന്നെ വിളിക്കുന്നു. ദിനേശ് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞ വീട്ടിലുണ്ട്. നമ്മുടെ ഷെഡ്യൂൾ എന്നാ തുടങ്ങണേ? ഞാൻ ഡേറ്റൊക്കെ പറഞ്ഞു. ഞാൻ വിളിച്ചത് ദിനേശ്, ഞാൻ അടുത്ത് നിർമ്മിക്കുന്ന സിനിമയുടെ സ്വിച്ച് ഓൺ നാളെ രാവിലെ 11 മണിക്ക് കലാഭവൻ തിയേറ്ററിൽ വെച്ചാണ്. സാറ് പുതിയ സിനിമ ചെയ്യുന്നു? അതെ, ഞാൻ പുതിയൊരു സിനിമ ചെയ്യുന്നു. കലാഭവൻ മണിയാണ് നായകൻ. കബഡി എന്നാണ് പടത്തിൻ്റെ പേര്. അവൻ അത് ശരി, കൊള്ളാം. അപ്പോൾ ദിനേശ് 11 മണിക്ക് വരണം. ഞാൻ പറഞ്ഞു, സാറേ ഞാനൊന്ന് നോക്കട്ടെ, നാളെ എവിടെയാണ് ലൊക്കേഷൻ നോക്കട്ടെ, തിരുവനന്തപുരം സിറ്റിക്ക് അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ വരാം. അങ്ങനെ പറയരുത് ദിനേശ് വരണം സ്വിച്ച് ഓൺ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 10-15 കിലോമീറ്ററിനപ്പുറത്ത് നമ്മുടെ ലുലു മാൾ ഇരിക്കുന്നതും കഴിഞ്ഞ് പോകണം. കരിക്കകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്മച്ചിയുടെ വീട്ടിലാണ് നാളെ ഷൂട്ടിങ്. അവിടുന്ന് കലാഭവൻ തിയേറ്ററിൽ വരണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര ചെയ്യണം. വന്നിട്ട് തിരിച്ചു പോകാൻ 1 മണിക്കൂർ, ആ ഫംഗ്ഷൻ പങ്കെടുക്കാൻ എല്ലാം കൂടെ ചേർത്ത് ഒരു 3-4 മണിക്കൂർ പോയി കിട്ടും. അപ്പോൾ അത് നമുക്ക് ഷൂട്ടിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ പോകണ്ട എന്ന് തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ പൗലോസ് എൻട്രി ആയി. ചേട്ടാ എന്തൊക്കെ വിശേഷങ്ങൾ മറ്റാണ് പറയുന്നത്. നാളെ എവിടെ ചേട്ടാ ഷൂട്ടിങ്? ഞാൻ നാളെ കരിക്കകത്താണ്. അത് ശരി ചേട്ടാ, ഞാൻ വന്നതേ കാപ്പ സാർ വിളിച്ചിരുന്നു, നാളെ അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൻ്റെ സ്വിച്ച് ഓൺ. അപ്പോൾ നമ്മളെല്ലാം പോകണം ചേട്ടാ, നമ്മളുടെ അത്രയും സഹകരിക്കില്ല അദ്ദേഹം. കാരണം പ്രതിഫലം പോലും ചെറിയ തുക വാങ്ങിച്ചിട്ട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ അദ്ദേഹം തന്നെ വാടക കൊടുത്താണ് താമസിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാതെ എന്നെ ചോദിക്കും, ദിനേശ് നാളെ ഞാൻ എപ്പോൾ വരണം? നമ്മളൊരു 8 മണി പറഞ്ഞാൽ പുള്ളി ഒന്ന് ചിരിക്കും, 9 എന്ന് പറഞ്ഞാൽ സന്തോഷം വരും. ഞാൻ പറയും സാർ 9-10 മണിയാകുമ്പോൾ വന്നാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഒരു 5-6 മണിയാകുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർമാരോടൊക്കെ ചോദിക്കും, ഇനി എത്ര സീനുണ്ട് എനിക്കൊന്ന്. അപ്പോൾ അവർ വന്ന് എന്നോട് ചോദിക്കും. ഞാൻ എന്ത് ചോദിച്ചാൽ, സാറിൻ്റെ ഒരു സീനിൽ ഇപ്പോൾ സാറുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളും മിഡ് ഷോട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പറഞ്ഞു വിടും. ഒരു 7 മണിക്കൊക്കെ പറഞ്ഞു വിടും. കാരണം അദ്ദേഹത്തിന് 7 മണി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ചെന്ന്
നന്നായിട്ട് കുളിച്ച് അടിക്കാനുള്ള അടിച്ച് അല്പം ചീട്ട് കളിച്ച് സുഖമായിട്ട് ഉറങ്ങണം. അതാണ് പുള്ളിയുടെ പ്രശ്നം. ഞാൻ അതൊരിക്കലും തടയാതെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾ പറയാണ്, പൗലോസ് പറയാണ്, ചേട്ടാ നമ്മൾ എങ്ങനെയെങ്കിലും അതിന് പോകണം. ഞാൻ പറഞ്ഞു, പൗലോസ് ഷൂട്ടിംഗ് മുടങ്ങും. അത് കുഴപ്പമില്ല കേട്ടോ, ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയാലും കുഴപ്പമില്ല. അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ വിളിക്കുമ്പോൾ നമ്മൾ പോകണം. അപ്പോൾ ഇത്രയും പേർക്ക് പോകാൻ എന്ത് ചെയ്യാൻ? അത് ഞാനൊരു ട്രാവലർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവിടെയുള്ള ടെക്നീഷ്യന്മാരെയും നരനാടന്മാരെയും എല്ലാം ട്രാവലറിൽ കയറ്റി അവിടെ ലൊക്കേഷനിൽ ഓടുന്ന കാറുകളിൽ ഞാനും പൗലോസും എല്ലാം കൂടി, പൗലോസ് നേരത്തെ പോയി, ഞങ്ങളവിടെ ഉള്ള ബാക്കിയുള്ള ക്യാമറമാനും കലാസമിതിനും എല്ലാവരുടെ കയറി കലാഭവനിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ NCPയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണെന്ന്. കാരണം കതർധാരികൾ മാത്രമേ ഉള്ളൂ കലാഭവൻ്റെ മുറ്റം മുഴുവൻ. അതിനിടയിൽ സുസ്മേരവദനായി മാണി സി കാപ്പൻ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ADC ആയിട്ട് ഒരു എർത്തായിട്ട് നിൽക്കും പോലെ നമ്മുടെ പതുങ്ങി ഇയാൾ നിൽപ്പുണ്ട്. ആര്? പൗലോസ്. ചെന്നിറങ്ങുമ്പോൾ തന്നെ മാണി സി കാപ്പൻ കൈയൊക്കെ തരുന്നു. ഞാൻ നിന്ന് ചൂളുകയാണ്. കാരണം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഷേക്കാൻഡ് വാങ്ങാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. വാങ്ങി അകത്ത് കൊണ്ടുപോയി. എന്നെ വിളിച്ച് വലിയ എന്നെക്കകത്ത് നിന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അകത്ത് കൊണ്ടുപോയി ഒരു വലിയ വിളക്കിൽ തിരിയെല്ലാം കത്തിച്ച് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് വിളക്ക് കത്തിച്ച് ആദ്യത്തെ വിളക്ക് എൻ്റെ തന്നിട്ട് പറഞ്ഞു, ദിനേശ് കത്തിക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കത്തിക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു ഗോനിഷ്ടുണ്ടായാൽ പറയും, ആ ദ്രോഹി കുളിക്കാത്തവൻ വന്ന് വിളക്ക് കത്തിച്ചപ്പോൾ നമ്മളെ നശിച്ചു എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഒരിടത്തും അതുകൊണ്ട് വിളക്ക് എത്തിക്കാറില്ല. ഞാൻ പറഞ്ഞു, വേണ്ട സാർ ചെയ്തോളണം, എൻ്റെ പ്രാർത്ഥന ഉണ്ട്. അതല്ല, ദിനേശ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വിളക്ക് കൊളുത്തിച്ച് ലഡ്ഡു ഒക്കെ വന്നു, അതൊക്കെ തിന്നുന്നു. എന്നെ നിർത്തിക്കൊണ്ട് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ അത്ര വലിയ ആളായോ? എല്ലാവരും VIP ആയിട്ട് എന്നെ നിർത്തി ഫോട്ടോ എടുക്കുന്നു. എല്ലാം കഴിഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞ് ഞങ്ങളങ്ങ് പോയി. കോട്ടയത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങളുടെ ലൊക്കേഷനിൽ ദാരിദ്ര്യം നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കാതിരിക്കുക, ക്യാമറയുടെ റെൻറ്റ് എൻ്റെ സ്റ്റുഡിയോയിൽ തരാതിരിക്കുക, പിന്നെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. കൃത്യമായി കാറുകളുടെ പൈസ കൊടുക്കാതിരിക്കുക, ഫുഡിന് കൃത്യമായി പൈസ എത്തിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ആഹാരമൊക്കെ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങി. മൊത്തം പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഇയാൾ ലൊക്കേഷനിൽ വരാതെയായി. തിരുവനന്തപുരത്ത് വീടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്ന് ചോദിച്ചാൽ അയാൾ മാനന്തവാടിയിലാണ്. അപ്പോൾ ഈ പൈസ വരുന്നത് മാനന്തവാടിയിലെ അക്കൗണ്ടിലാണ്. അങ്ങനെ ദിവസവും ഷൂട്ടിംഗ് പ്രശ്നങ്ങളാണ്. അങ്ങനെ ഷൂട്ടിങ് എഴഞ്ഞെഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ലൊക്കേഷനിൽ അഭിനയിക്കാൻ പൊന്നമ്മാബാബു എന്നോട് എൻ്റെ അടുത്ത് വന്നു, ദിനേശ് ചേട്ടാ നമ്മളെ പ്രൊഡ്യൂസറുടെ പടം കോട്ടയത്ത് അടിച്ച് പൊളിച്ച് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെ പടം? അപ്പോൾ ചേട്ടൻ ഒന്നും അറിഞ്ഞില്ലേ? ഞങ്ങളില്ല. അയ്യോ, മാണി സി കാപ്പനും പൗലോസും കൂടെ ചേർന്നല്ലേ കബഡി എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നത്. എങ്ങനെ? മാണി സി കാപ്പനും പൗലോസും കൂടെയാണ് ചേട്ടാ പടം പ്രൊഡ്യൂസ് ചെയ്യണേ. അതുകൊണ്ടല്ലേ ചേട്ടനെ കൊണ്ട് വിളക്ക് കൊളുത്തിച്ചത്. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നോട് ചെയ്യുന്ന മഹാപാപം കിട്ടാതിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് വിളക്ക് കൊളുത്തിച്ചതാണ്. അയാൾക്കൊരു വാക്ക് എന്നോട് പറയാമായിരുന്നു. ഞാൻ പറയുമോ അവരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യണ്ട, ഞാൻ ചെയ്തു തരാമെന്ന് പറയും? ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ ലൊക്കേഷനിൽ വരുന്ന പൈസ, സൺ TV നിന്ന് വരുന്ന പൈസ എടുത്ത് അവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഞാൻ വളരെ ബഹുമാനത്തോടെ കണ്ട മാണി സി കാപ്പനെ പോലെ ഒരാൾ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. കാപ്പൻ പോലും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. ഇവനൊരു കള്ളനാണ് ദിനേശ്, ഈ പൗലോസ് പൈസ വാങ്ങിച്ചാൽ തിരിച്ചു തരാത്തവനാണെന്നൊക്കെ എന്നോട് പറഞ്ഞ അതേ പൗലോസിനെ പ്രൊഡ്യൂസറാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ണറാക്കിക്കൊണ്ട് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നീട് ഞാൻ അറിഞ്ഞതാണ് നമ്മുടെ ഈ ലൊക്കേഷനിലുള്ള 1-2 നടികളെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പൗലോസിനൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദിനേശിൻ്റെ സെറ്റായതുകൊണ്ട് നടക്കില്ല. അപ്പം ഞാൻ ഇറങ്ങണമെന്ന് പറയില്ല, അല്ലെങ്കിൽ അന്ന് ആ ഷൂട്ടിംഗ് നിർത്തുമല്ലോ. അപ്പോൾ പൗലോസിന് കൊടുത്ത ഒരു കൊതി തീർക്കാനായിട്ട് കൊടുത്തൊരു ഓഫർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന പടത്തിൽ എവരെയൊക്കെ വെച്ചാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ ശരിയാക്കി തരില്ലേ പൗലോസേ. പൗലോസ് അതിലാണ് വീണത്. അത് ഒരു നടി എന്നോട് തുറന്ന് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് ചേട്ടാ, ഇവിടെ ഇതൊന്നും നടക്കില്ലെങ്കിൽ എന്താ അവിടെ വൈ, ഞാൻ ഈ പറയുന്നവളെ അടക്കം നിനക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് അവിടെ വച്ചിരിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര പുച്ഛം തോന്നി കാപ്പനോട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, വിട്ടുവീഴ്ച മനോഭാവമൊക്കെ നടത്തിയോ താങ്കൾ? ഞാൻ വേറെ പണി നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഷൂട്ടിംഗ് ചളക്കുളമായി. ആർക്കും പൈസ കൊടുക്കുന്നില്ല. കലാരഞ്ജിനി അടക്കം കലച്ചേച്ചി അടക്കം എന്നോട് പറഞ്ഞു, ദിനേശേ മോനെ നിൻ്റെ പേര് വിശ്വസിച്ചാണ് ഞങ്ങൾ ചെയ്യണം, പൈസയൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി. സ്റ്റുഡിയോയിൽ നിന്ന് കാസറ്റ് മദ്രാസിലേക്ക് അയക്കാൻ എയർപോർട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള പൈസ പോലും ഇയാൾ അയക്കുന്നില്ല. മാനന്തവാടിയിൽ പൈസ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാളുടെ അടുത്ത് അത് സിനിമയ്ക്ക് വിട്ടു. നമ്മൾ വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല. അങ്ങനെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമായി. ഈ സീരിയൽ മുമ്പോട്ട് പോകേണ്ടത് എൻ്റെ കടമയായി മാറി, എൻ്റെ ഉത്തരവാദിത്വമായി മാറി. ഞാൻ ആകെ ഒരു ധർമ്മസങ്കടത്തിലായി.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശാന്തിയുള്ള ആശുപത്രിയിൽ ഷൂട്ടിംഗ് നടക്കാൻ, സർക്കാർ ആശുപത്രിയിൽ ഞാൻ പ്രത്യേക പെർമിഷൻ അവിടുത്തെ വാർഡ് കൗൺസിലറെയൊക്കെ കൊണ്ട് പറയിച്ച് വാങ്ങിച്ച് ഷൂട്ട് ചെയ്യുകയാണ്. അവിടെ തന്നെ എന്നെ എതിർക്കുന്ന ചില നീർക്കോലികൾ കാണുമല്ലോ, അവന്മാർ സർക്കാർ ആശുപത്രിയിൽ ശാന്തിയുള്ളക്കാരനെന്ന് പറഞ്ഞ് ദിനേശിന് ഷൂട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മൊത്തം പ്രശ്നമാണ്. ഡോക്ടർമാരുടെ കൺസൾട്ടൻറ്റ് റൂം എങ്ങനെ ഷൂട്ടിങ്ങിന് കൊടുത്തു, പ്രസവ വാർഡ് എങ്ങനെ ഷൂട്ടിങ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തലവേദന ഉണ്ടാക്കി. എന്നാലും ഞാൻ ഷൂട്ട് ചെയ്തു. അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ച് പറയുന്നു, കാസറ്റ് വേണം മദ്രാസിലേക്ക് അയക്കാൻ, കാസറ്റ് വാങ്ങിക്കണം. കാസറ്റൊന്നുമില്ല. അപ്പോൾ ആ കാസറ്റിന് 1200 എന്തോ വില ഉണ്ട്, അതുപോലും ഇല്ല അവിടെ. ഞാനാണെങ്കിൽ ഇവിടെ ശാന്തിയുള്ളയിൽ നിന്ന് പൈസ മറിച്ച് ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഈ സംഭവം ഇനി മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് തോന്നി. അന്ന് ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലെമൻ സാറിനെ വിളിച്ചു. ദിനേശ് എപ്പടി ഇருக்கு ഷൂട്ടിങ്? ഞാൻ എൻ്റെ എല്ലാ കഥയും പറഞ്ഞു. എനിക്കിന്ന് സങ്കടം വന്നു. എല്ലാ കഥയും പുള്ളി കേട്ടു. ജെനുവിനാണ് ദിനേശ് എന്ന് പുള്ളിക്ക് മനസ്സിലായി. ഞാൻ എന്താ ചെയ്യേണ്ടത് ദിനേശ്? ഞാൻ പറഞ്ഞു, സാർ ഒരു ദിവസം മുമ്പ് ഈ സീരിയലൊന്ന് നിർത്തിത്തരാം. ക്ലെമൻ സാർ ഞെട്ടി. കാരണം ഒരു വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സീരിയൽ മോശമല്ലാത്ത അഭിപ്രായത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കറപ്ഷനും ഒരു എപ്പിസോഡ് കണ്ടിട്ട് ദിനേശ് ആ സീൻ നന്നായില്ല, ആ സീൻ കട്ട് ചെയ്ത് കളയേണ്ടതാണ്, ഞങ്ങൾ കട്ട് ചെയ്ത് കളയാണെന്നോ ഒന്നും പറയേണ്ടി വരാത്ത 150 എപ്പിസോഡായിട്ട് മനോഹരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ നിർത്തിത്തരുമോ എന്ന് അതിൻ്റെ സംവിധായകനാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ഗതികേട് കൊണ്ടാണ് സാർ. കാരണം ₹1 സെറ്റിൽ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ആഹാരം വരെ ഞാൻ കടം വാങ്ങേണ്ട അവസ്ഥയാണ്. ആർട്ടിസ്റ്റുകളെല്ലാം ഞാൻ കടം പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. ഞാൻ ഇയാളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, പൗലോസുമായിട്ട്. അങ്ങനെ പൗലോസുമായിട്ട് അയാൾ സംസാരിച്ചു. പൗലോസിനെ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു ക്ലെമൻ സാർ. അങ്ങനെ പ്രശ്നമായപ്പോൾ പൗലോസ് എന്നെ വിളിച്ചു. ചേട്ടൻ വിളിച്ച് സൺ ടി വിയിൽ വിളിച്ച് പരാതി പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ അച്ഛൻ്റെ വക കൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ ഇതുകൊണ്ട് ഈ വ്യഭിചരിക്കാൻ വേണ്ടി സിനിമ എടുക്കാൻ പോയി താനല്ലേ പോക്കൃത്തം കാണിച്ചെന്ന് ഒരു വള്ളം ഞാൻ കൊടുത്തു. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ഏതെങ്ങനെയല്ല, മര്യാദയ്ക്ക് നാളെ ഇവിടെ വരണം, അല്ലെങ്കിൽ താൻ വിവരം പറയും. തൻ്റെ അവിടെ ഷൂട്ട് നടക്കണില്ലേ, താനും കാപ്പനും കൂടെ എന്നെ പറ്റിച്ചേ, അവിടെ വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ കയറിയിരിക്കും ഞാൻ മറ്റവനെ എന്ന് പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞു. എന്തിനു പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച കൊണ്ട് ദിനേശ് കഥ വൈൻഡപ്പ് ചെയ്തോളൂ, ഞാൻ അടുത്ത വെള്ളിയാഴ്ച വരെ കാണിച്ച് അവസാനിപ്പിക്കാം, ക്ലെമൻ സാർ വാക്കു. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച പ്രൊഡ്യൂസർ പോലും അറിയാതെ കഥയ്ക്കൊരു കൃത്രിമ എൻഡ് ഉണ്ടാക്കി നിർത്തി. ഇതിനിടയിൽ 100 എപ്പിസോഡിന് മീരയ്ക്ക് പൈസ കൊടുത്തുള്ളൂ, ബാക്കി 58 എന്തോ എപ്പിസോഡായതിന് പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ മീര എന്നോട് ഞാൻ പറഞ്ഞു, പൈസ തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ സൺ ടി വി വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ മീരയ്ക്ക് പൈസ കൊടുത്തു. എല്ലാവർക്കും കടമായി. എനിക്ക് തന്നെ 4 ലക്ഷത്തി എത്ര രൂപ തരാണ്ട് സംവിധാനം ചെയ്തത്. സ്റ്റുഡിയോയ്ക്ക് 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് 3,88,000 എന്തോ തരാനുണ്ട്. എല്ലാത്തിനും ഇയാൾ വന്നു കടന്ത കുത്തി മുഖം പോലെ ഇങ്ങോട്ട് വന്നിരുന്നിട്ട് ഒരു ചെക്ക് ബുക്ക് എഴുതി എല്ലാവർക്കും ഓരോ ഡേറ്റ് ഇട്ട് എല്ലാവർക്കും ചെക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒന്നുമില്ലെങ്കിൽ സൺ ടി വിന്ന് പൈസ കിട്ടുമ്പോൾ അതെങ്കിലും ഇയാൾ ഇതിൽ ചിലവാക്കുമെന്ന് വിചാരിച്ചു. അയാൾ ചെയ്തില്ല. അയാൾ ആ പൈസ എല്ലാം കള്ളച്ചക്കായിരുന്നു, എനിക്ക് തന്നതടക്കമുള്ള കള്ളച്ചക്കായിരുന്നു. പലരും എനിക്ക് തോന്നുന്നു ഗണേശൻ ഓലിക്കരെ അടക്കമുള്ളവർ, അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും കൺട്രോളറും ഒക്കെ മാനന്തവാടി വീട്ടിൽ ചെന്ന് കുത്തിന് പിടിച്ച് 50,000 കിട്ടാനുള്ളവർക്ക് 30,000 പൈസ പിടിച്ച് വാങ്ങിച്ചിട്ട് പോയി. എനിക്ക് തന്നില്ല. എനിക്ക് ആ മൊത്തം പൈസ പോയി. എനിക്കും പോയി, സ്റ്റുഡിയോയുടെ പൈസയും പോയി. ആ സിനിമ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മിന്നാ മിനിങ്ങെ മിന്നിൻ്റെ എന്ന് പറഞ്ഞ് കലാഭവമണി പാടിയ ഒരു മനോഹരമായ പാട്ടുള്ളൊരു പടമാണ്. അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട ആ പാട്ട് ഭയങ്കര ശ്രദ്ധേയമായി. നാദിർ ഷാ സംഗീതം കൊടുത്ത പാട്ടാണ്. പടം പക്ഷേ വീണുപോയി, പൊളിഞ്ഞുപോയി. എനിക്ക് തോന്നുന്നു ഈ ചില്ലുവിളക്കിൽ നിന്ന് എത്ര രൂപ കിട്ടിയോ അത്രയും പൈസയും പൗലോസിന് പോയി. സ്വപ്നം കണ്ട് കൊതിച്ച് ചെന്ന ഒരു നടിയെയും കിട്ടിയില്ല, എല്ലാം തീർന്നു. പൗലോസ് മുങ്ങി. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, പൗലോസിന് ഇതിൽ ആദ്യം മുടക്കാനുള്ള കുറേ കാശ് കൊടുത്തിരിക്കുന്നത് ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന രവിയാണ്. അയാൾ ഇതിൽ പാർട്ണറാണ്. എന്നെ വന്ന് കണ്ടു, നല്ല പാവം മനുഷ്യൻ. ആ രവിയെ ബാങ്കിൽ നിന്ന് എന്തോ പുറത്താക്കി തോന്നുന്നു. കാരണം കൃത്രിമ സ്വർണ്ണം എന്തിനാ അവിടെ വെച്ചിട്ട് എത്രയോ ലക്ഷം മറിച്ചു, ഇയാൾക്ക് കൊടുത്തു. സ്വർണ്ണമാണെന്ന് അയാളല്ലേ വരയ്ക്കുന്നത്, അയാൾ വരച്ചിട്ട് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് അകത്ത് വെച്ചു. അതവിടെ പിടിക്കുകയും എന്തോ ചെയ്ത് കേസായി. പൗലോസും രവിയും ഒക്കെ കേസിൽപ്പെട്ടു. എന്തൊക്കെയോ ആയി. എങ്ങും എത്താതെ ഒരു നല്ല സീരിയൽ അകാലത്തിൽ ചത്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ അടുത്ത കാലത്ത് പട്ടണ റഷീദുമായിട്ട് സുൽത്താൻ ബത്തേരി പോയപ്പോൾ ഇയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എടുത്തത്. ഞാൻ ചോദിച്ചു, മിസ്റ്റർ പൗലോസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആരാ എന്ന് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ആരാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെയോ കടക്കാരെയോ കേസുകാരെയോ ഒക്കെ വിചാരിച്ച് മുങ്ങി ഒളിച്ചയാൾ നടക്കണമെന്ന് ആ ശബ്ദത്തിൽ നിന്നറിയാം. ഞാൻ പറഞ്ഞു, ഞാനൊരു പഴയ പരിചയക്കാരനൊരു നാടകക്കാരനാണ്, പൗലോസിൻ്റെ സുഹൃത്തായിരുന്നു, ഒന്ന് കൊടുക്കുമോ എന്നിട്ട് ഒരു ഫോൺ കൊണ്ടൊന്ന് കൊടുത്തു. പൗലോസ് ഒരു കൃത്രിമ ശബ്ദത്തിൽ ആരാ? ഞാൻ പറഞ്ഞു, മിസ്റ്റർ പൗലോസ് ആരാന്നൊന്നും ചോദിക്കണ്ട, ഞാൻ പഴയ ശാന്തിയുള്ള ദിനേശാണ്. കിടുങ്ങി. എവിടുന്നാ? ഞാൻ പറഞ്ഞു, ഞാൻ സുൽത്താൻ ബത്തേരിയിലുണ്ട്.
മാനന്തവാടിയിലോട്ട് വന്നാലോ എന്ന് ആലോചിച്ചു. പക്ഷെ തന്നെ പോലെ ഒരുത്തൻ്റെ വീട്ടിൽ ഞാൻ വരില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഇവിടെ വന്നപ്പോൾ തന്നെ ഓർത്തു, എൻ്റെ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത പഴയ പ്രൊഡ്യൂസറല്ലേ, അല്ലെങ്കിൽ എന്നെ ഫലിപ്പിച്ചവനല്ലേ എന്നും തോന്നിയതുകൊണ്ട് വിളിച്ചതാണ്. ഓക്കെ, ഞാൻ ഫോണും കെട്ടി. അവിടെ അവസാനിച്ചു പൗലോസുമായിട്ടുള്ള ബന്ധം. ഈ വിവരം ഞാൻ ശ്രീമുലർ മോഹൻ അറിയാം, ഇതിൻ്റെ മൊത്തം വിവരം. ഞാൻ മോഹനായിട്ട് എന്താ പറഞ്ഞു, ദിനേശേ അവനൊരു ഫ്രോഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു, എൻ്റെ നല്ല സുഹൃത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കേട്ടോ, ചേട്ടൻ്റെ തെറ്റും ചെയ്തില്ല. പക്ഷേ ഇപ്പോഴും 2 തവണ MLA ആയി ജയിച്ച മാണി സി കാപ്പനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. എങ്കിലും പലപ്പോഴും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും എനിക്ക് ആ മനുഷ്യനോട് പുച്ഛം തോന്നും. കാരണം ഇവൻ കള്ളനാണ്, ഇവൻ എൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ട് പറഞ്ഞ ദിവസം തന്നില്ല ദിനേശ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് അയാളെയും കൂടെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അയാൾക്ക് പെൺവിഷയങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ സെറ്റ് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ സെറ്റിൽ സിനിമ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ശരിയാക്കാമെന്ന് വിളിച്ചുകൊണ്ട് പറ്റിച്ച് ഒരു നല്ല സീരിയലിനെ തൊലച്ചതിൽ മാണി സി കാപ്പൻ നിർണായകമായ പങ്കുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ആ സീരിയൽ കൊണ്ട് ഈ പൗലോസിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ മുക്കുപണ്ടം വെച്ച് ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ആ പാവം ആ രവിയെയും വെള്ളത്തിൽ ചാടിച്ച് ഒന്നും അല്ലാതെ കബഡി എടുത്ത് എല്ലാം നശിപ്പിച്ച് പൗലോസും എവിടെയോ വിസ്മൃതിയിൽ പോയി. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഇടയ്ക്ക് കുറേ സിനിമകളൊക്കെ ചെയ്തൊരു സിനിമാ നടനാണ്. ആ പയ്യൻ ഒരു തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ പേര് പറയുന്നില്ല. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ബിജു മേനൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചപ്പോൾ എനിക്ക് ആ പയ്യൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചത്. ഒരു നല്ല പയ്യൻ. അങ്ങനെ മൊത്തം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിക്കൊണ്ടാണ് ചില്ലുവിളക്ക് എന്ന് പറഞ്ഞ ആ സീരിയൽ അവസാനിപ്പിച്ചത്. ഞാൻ കൂടെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിൽ തേടി വരാറുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ആരുടെയോ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ശേഖരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം ക്ലാപ്പും പിടിച്ച് നിൽക്കുകയും കണാപ്പനായിട്ട് ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഈ പൗലോസിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തില്ലെങ്കിൽ ദ്രോഹമല്ലേ എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഈ എന്നെ വീണ്ടും ചതിക്കുന്ന കഥകൾ പറയുമ്പോൾ ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ സത്യസന്ധത വേണം, സത്യസന്ധത ഉള്ളവരുമായി വേണം സഹകരിക്കാൻ. ഞാൻ സത്യസന്ധരെന്ന് വിചാരിച്ചിരുന്ന പലരും എന്നെ ചതിക്കുന്നവരായിരുന്നു, അല്ലാതെ ഞാനൊരു മണ്ടനായതുകൊണ്ടല്ല എന്നെ എല്ലാവരും പറ്റിച്ചിട്ട് പോയത്. അങ്ങനെ വീണ്ടും ഒരു ചതിക്കഥ കൂടി. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞ ആ സ്റ്റോറികൾ പോലെ തന്നെ എന്നെ പറ്റിച്ച പൗലോസിനെ കുറിച്ചും ഞാൻ ഇന്ന് പറയേണ്ടി വന്നത് 100% സത്യസന്ധമായാണ് പറഞ്ഞത്. കാപ്പൻ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ഇപ്പോൾ എനിക്ക് ബഹുമാനമൊന്നുമില്ല മനുഷ്യനെ. കാപ്പൻ കാണുകയാണെങ്കിൽ ഒന്ന് മനസ്സിൽ കുറ്റബോധം തോന്നുന്നെങ്കിൽ തോന്നട്ടെ. ഞാൻ ദിനേശിനോട് കാണിച്ച ചെറ്റത്തരമായിപ്പോയി. കാരണം എന്നോട് ഇത്രയും മാന്യമായിട്ട് പെരുമാറുകയും രാവിലെ 8 മണിക്ക് വരാൻ പറയുമ്പോൾ വേണ്ട സാർ 9:30 വന്നാൽ മതി എന്ന് പറയുകയും 7 മണിയാകുമ്പോൾ ദിനേശ് ഇനി എത്ര സീനുണ്ടെന്ന് ചോദിച്ചാൽ സാറിന് ഇപ്പോൾ വിടാം സാർ എന്ന് 7 മണിക്ക് മുമ്പ് എന്നെ തീർത്ത് വിട്ട് ഒരു വലിയ നടന് മധുസാറിനൊക്കെ കൊടുക്കുന്ന പോലെ ഒരു സ്ഥാനം തന്ന് എന്നെ ബഹുമാനത്തോടെ കൊണ്ട് നടന്ന ദിനേശിനെ ഞാൻ പറ്റിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും മാണി സി കാപ്പൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലെ എവിടെയെങ്കിലും അഭിനയിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള പറ്റിപ്പുകൾ നടത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.